പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലിനെതിരെ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പ്രതി വിവാഹ തട്ടിപ്പ് വീരൻ എന്നാണ് സൂചന. കഴിഞ്ഞ വർഷം മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിവാഹം കഴിച്ച വിവരം തങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബം വ്യക്തമാക്കിയത്. രാഹുൽ പി ഗോപാൽ ഒരു ചെറിയ മീനല്ലെന്നാണ് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ തെളിയിക്കുന്നത്. രാഹുലിന്റെ പൂർവ്വകാല ചരിത്രം അത് കൂടുതൽ വ്യക്തമാക്കുന്നുമുണ്ട്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് രാഹുൽ പി ഗോപാൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മെയ് 5-ന് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു രജിസ്റ്റർ വിവാഹം. സ്ത്രീധനം ആവശ്യപ്പെട്ട സമ്മർദ്ദം ചൊലുത്തിയതോടെ യുവതി വിവാഹമോചനം തേടി. വിവാഹമോചന നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള രാഹുലിന്റെ വിവാഹം. ഇക്കാര്യം മറച്ചുവെച്ചെന്ന പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബം. ഈ കല്യാണത്തിന് ശേഷമാണ് 2 എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എൻഗേജ്മെന്റ് രണ്ടും അത് പിന്നീട് ഈ പെണ്ണിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതൊഴിഞ്ഞത് എന്നാണ്. ഇപ്പൊ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അത് ചാനലിന്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ അത് പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഒഴിവാകുകയാണ് ചെയ്തത്. എറണാകുളം സ്വദേശിനിയും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി രാഹുൽ കബളിപ്പിച്ചെന്നാണ് ആരോപണം. രേഖാമൂലം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ യുവതി. നിയമപരമായി വിവാഹമോചനം നേടാതെയുള്ള 2ാം വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗുരുതര കുറ്റകൃത്യമാണ്. രാഹുലിന്റെ ചതിക്കുഴിയിൽ വീണത് എത്ര പെൺകുട്ടികളാണ്? എത്ര കുടുംബങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകാം? സമഗ്രമായ അന്വേഷണമാണ് ആവശ്യം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. അപ്പോൾ പ്രേക്ഷകരുടെ സജീവ പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ SHO നല്ല കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകും. ഇതുപോലെയുള്ള SHOമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്നാണ് സത്യൻ ദേവരാഗം അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ജോസ്വിൻ ജോസഫ് പറയുന്നുണ്ട്, ഒത്തുകളിക്കുന്ന പോലീസുകാരെ അടിച്ചോടിക്കണമെന്ന് പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴ പെയ്യുന്ന കാര്യം ഇതിനിടയിൽ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ആശ പറയുന്നു, വയനാട് പുൽപ്പള്ളിയിൽ നല്ല മഴയാണ്, ഇപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. വിനീത് നാരായണൻകുട്ടി പറയുന്നു, ഒറ്റപ്പാലം ഭാഗത്ത് ഇടിമിന്നലും മഴയുമുണ്ട് എന്നങ്ങനെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളത് മറ്റ് പ്രേക്ഷകരുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.